എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി തക്കാളി കാരക്കുഴമ്പ്. ഇത് മാത്രം മതി നമുക്ക് ഒരുപാട് ചോറുണ്ണാനായിട്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കറിവേപ്പില എടുത്തിട്ടുണ്ട്, ചുവന്ന മുളകാണ്, അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ വലിയ ഉള്ളിയോ ചെറിയ ഉള്ളിയോ എടുക്കുക, തക്കാളി. ഇത് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ വയ്ക്കുക. പാൻ ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിക്കേണ്ടത് കേട്ടോ. നല്ലെണ്ണ ഒഴിക്കാൻ തന്നെ ശ്രദ്ധിക്കുക. ഇനി എണ്ണ ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉലുവിട്ട് കൊടുക്കാം. ശേഷം കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ. കടുകെല്ലാം പൊട്ടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് ചുവന്ന മുളക് ഇതുപോലെ 3 എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാൻ നമുക്ക് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ്. ഇത് ഇഞ്ചിയാണ്. ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു തുണ്ടം എടുത്തുള്ളൂ കേട്ടോ. ഇതൊരു വലിയ സവോളയാണ്. സവോള ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കുറച്ചധികം ഉള്ളി എടുത്തോളൂ. ഉള്ളി എത്ര എടുത്താലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ചെറിയ ഉള്ളി കേട്ടോ, നമ്മൾ സാമ്പാർ ഉള്ളി എന്നൊക്കെ പറയില്ലേ, അതെടുക്കുക. അത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതാണെങ്കിൽ കുറച്ച് ഏറെ ടേസ്റ്റ് ഉണ്ടാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്കതിലേക്ക് പച്ചമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ സവോളയെല്ലാം വേഗം വഴണ്ടി കിട്ടും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് മാത്രം കുക്ക് ചെയ്യുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാ തക്കാളി ഇട്ട് കൊടുക്കുക. നമ്മൾ സവോള നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷമാണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു 2 തക്കാളി, ഒരു ഇടത്തരം വലിപ്പമുള്ള 2 തക്കാളി എടുത്തിട്ടുണ്ട് ഞാൻ. തക്കാളി നന്നായിട്ട് ഇതുപോലെ അലിഞ്ഞ് ചേരണം. ആ സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി, അതുപോലെ ഇത് മല്ലിപ്പൊടിയാണ്. ഇനി അതുപോലെ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നുവെച്ചാൽ അതിൻ്റെ പച്ചമണമൊക്കെ മാറണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിന് ശേഷം നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പുളിവെള്ളം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നേരം നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് കിടന്ന് തിളയ്ക്കട്ടെ അത്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അത് നന്നായിട്ടൊന്ന് വറ്റി ഒരു ചെറിയൊരു കുറുകലോട് കൂടി വരും. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വരും. ഈ ഒരു പരുവം വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഏറ്റവും അവസാനം ഒരു പിഞ്ച് പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ നല്ലൊരു ഡിഷാണ്. ഇത് മാത്രം മതി, നമുക്ക് വേറെ സൈഡ് ഡിഷ് ഒന്നും ആവശ്യമില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയാം.